ഹായ് ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റ് ടോക്സ്. നമ്മളിന്ന് ടോക്സിക് ആയിട്ടുള്ള നമ്മളിന്ന് വളരെ നൈർമല്യമായിട്ടുള്ളൊരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാൻ വന്നത് വാലന്റൈൻസ് ഡേ. എൻ്റെ ഷർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വാലന്റൈൻസ് ഡേ ഉള്ള ആറ്റിറ്റ്യൂഡ്. ബ്ലാക്കിന്റെ അർത്ഥം എന്താ? സിംഗിൾ ആണെന്നോ? അല്ല, ഞാൻ ദുരന്തം, പ്രതിഷേധം, കരിങ്കൊടി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളിങ്ങനെയുള്ള സാധനത്തെ പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ള രീതി വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴും ഈ യുവമിഥുനങ്ങൾക്കായിരുന്നു ഇത്രയും താല്പര്യം. സോ നമുക്ക് കേരളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കപ്പിൾസിനെ ഇന്റർവ്യൂ ചെയ്യാം. ആസ് എ കപ്പിൾ. അങ്ങനല്ല, തിരിച്ചാ. അതായത് ജീവിതത്തിൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നമ്മുടെ മുതുകിളവൻ ജോൺ ജോ എന്തുകൊണ്ട് ഇന്ന് ഹാജരായില്ല. അല്ലാതെ ആൾക്കാർ നോക്കത്തുമില്ലല്ലോ, അവർക്ക് മനസ്സിലാവുമല്ലോ വാലന്റൈൻസ് ഡേക്ക് ഇരിക്കാൻ ഒട്ടും യോജനല്ലാത്ത. കല്യാണം കഴിച്ചു പോയവർക്ക് വാലന്റൈൻസ് ഡേ ഇല്ല സത്യം പറഞ്ഞാൽ. പുള്ളി വാലന്റൈൻസ് ഡേനെ പറ്റി എന്താ ഒപ്പീനിയൻ പറയാനാണല്ലേ? ഒന്നാമത്തെ പുള്ളി ആനിവേഴ്സറി ഓർക്കാത്ത മനുഷ്യൻ. കരിദിനമായി ആചരിക്കും. അല്ല, പുള്ളി വെഡിങ് ആനിവേഴ്സറി ഓർക്കാത്തൊരു മനുഷ്യൻ വാലന്റൈൻസ് ഡേക്ക് എന്ത് പ്രസക്തി? അത് കഴിഞ്ഞത് നമ്മളോട് എന്താ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി കല്യാണം, ഞാൻ റിച്ച് ആണ്, 20/9/2022 മുതൽ ഞാൻ റിച്ച് ആണെന്ന് എത്ര ആലോചിച്ച് നമുക്ക് കിട്ടില്ല. പുള്ളി പറയാം, എടാ എൻ്റെ കല്യാണം എന്നാണ് അതായത് 28-ലാണെന്ന്. ഉടനെ ഒരു വാതുറപ്പുണ്ട് ജോണിന്റെ. ആ ജോണിനോട് വാലന്റൈൻസ് ഡേ ഓർമ്മയുണ്ട്. നമ്മള് കഴിഞ്ഞ എപ്പിസോഡ്, ന്യൂ ഇയർ എപ്പിസോഡ്, കഴിഞ്ഞ വർഷത്തെ ഹൈലൈറ്റ് എന്താന്ന് ജോൺ പറഞ്ഞ എന്റെ കല്യാണം. അത് കഴിഞ്ഞ വർഷമല്ലായിരുന്നു, ആനിവേഴ്സറിയാണ് ഹൈലൈറ്റ്. അത്ര ഓർമ്മയില്ലാത്ത മനുഷ്യരോട്. ആക്ച്വലി എനിക്ക്, ഞാനിപ്പോ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും എനിക്ക് ആക്ച്വലി ഞാൻ റിലേഷൻഷിപ്പിലാകുന്ന ഒരു ചെറിയ കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളത് പറയാൻ തീരുമാനിച്ചു. നമ്മളത് പുറത്ത് അവന് പറയാലോ. നമ്മള് ന്യൂ ഇയർ നമ്മളോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത് പഴയ കാര്യമാണ്. ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോഴും റിലേഷൻഷിപ്പിലല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ അങ്ങനെ ആഘോഷിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ റിലേഷൻഷിപ്പിലാകുമ്പോഴും എനിക്ക് ഈ ആദ്യത്തെ ഒരു 2-3 ഡേറ്റ് ഒക്കെ എഫേർട്ട് ഇടുക, അത്ര എനിക്ക് എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ഡേറ്റിന് ഒരുങ്ങാനുള്ള എഫേർട്ടൊന്നും ഇട്ടില്ല. നല്ല സ്ഥലത്ത് പോയാലും ഞാൻ സാധാരണ ഉള്ള ബർമുടയും എന്ന് വെച്ചാൽ 3/4 ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് പാടും. പക്ഷെ വാലന്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ റിലേഷൻഷിപ്പിലുള്ളവർക്കും ചെറിയ പ്രഷർ വരും. കാരണം ഡേറ്റ്, ആനിവേഴ്സറി ഡേറ്റ് അങ്ങനെ. അതുകൊണ്ട് ഞാനിങ്ങനെ വാലന്റൈൻസ് ഡേ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ ക്രിയേഷനാണ്, അതിലോട്ട് നമ്മൾ മാനിപ്പുലേറ്റഡ് ആയി വീഴാൻ പാടില്ല എന്നാണ് ഞാനും പറയുന്നത്. തുടങ്ങിയപ്പോ ഇങ്ങനെ ഇവൻ വാലന്റൈൻസ് ഡേക്ക് അനുകൂലമാണെന്നല്ലേ പറഞ്ഞു. ഞാൻ വാലന്റൈൻസ് ക്യാമറ ഓണാക്കിയ ഫ്ലിപ്പാ. നീ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഈ ഡെവലപ്മെന്റും പുരോഗമനവും ഒക്കെ എന്തിനാ പിടിക്കുന്നത്? ബേസിക്കലി ഇത് മറ്റേ തിരുവനന്തപുരം തെണ്ടിയാണെന്ന് നമുക്കറിയാം. അങ്ങനല്ലേ പറഞ്ഞത്, വാലന്റൈൻസ് ഡേ കൊള്ളാം. പക്ഷെ ഇതിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് വാലന്റൈൻസ് ഡേ അഗൈൻ ഒരു ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യാനും, എനിക്കെന്തോ ഡ്രസ്സപ്പ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. തുണിയില്ലാതെ വാലന്റൈൻസ് ഡേ ഇരിക്കണം. ബേസിക്കലി എനിക്ക് വലുതായിട്ട് കാശ് ചെലവാക്കണ ഇഷ്ടമല്ല. ഞാൻ നമ്മുടെ പ്രമുഖനായ ഒരു ക്യാമറമാനോട് ചോദിച്ചപ്പോൾ വാലന്റൈൻസ് എന്ന് വെച്ചാൽ രാത്രി കളിക്കണം എന്ന്. പുള്ളിക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നും ഇല്ല. ഇപ്പൊ പുറകെ ചിരിക്കുന്നുണ്ടായിരിക്കും പുള്ളി. അഖിൽ എന്നാണ് പുള്ളിയുടെ പേര്. അത് പറയരുത് മഹാദേവൻ, എങ്ങനെ ഒരാളെ അവമാനിക്കും. നമ്മുടെ ക്യാമറ അഖിൽ, അങ്ങനെ അനീഷ്, അതൊക്കെ നമ്മൾ പുറത്തു വിടാൻ പാടില്ല. ആൾക്കാർ നോക്കിയിരിക്കും. അതെ, അത് നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. കാരണം നമ്മളിത് തമാശക്കറി എന്നാന്ന് കുറച്ച് പേരും, പക്ഷെ പുള്ളി ശരിക്കും പോവും. അത് ഭയങ്കര മോശം. അതുകൊണ്ട് നമ്മൾ മഹേഷേട്ടന്റെ പേരും പറഞ്ഞിട്ടില്ല ഇതുവരെ. അത് അനീഷേട്ടൻ എനിക്ക് 4 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. ഇവരൊക്കെ എങ്ങനെ വാലന്റൈൻസ് ആഘോഷിക്കുന്നവൻ. സോ എല്ലാരും ബേസിക്കലി ഈ കുഞ്ഞുങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും വാലന്റൈൻസ്ക്ക് എതിരായിരിക്കും. പോളിയമറസ് മനുഷ്യനാണല്ലോ. അതെ, ഞാൻ വീണ്ടും അനീസിക്ക അത് ഒരു ഇൻട്രസ്റ്റിംഗ് സ്പെസിമെൻ ആണ്. കാരണം ഞാൻ ജീവിതത്തിൽ പോളിയമറസ് ആയ ആൾക്കാരെ വളരെ, നമുക്കത് റിലേഷൻഷിപ്പിന് ഒരു പോഡ്കാസ്റ്റ് പിടിച്ചൂടെ, ആ സമയത്ത് ഡിസ്കസ് ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾ വാലന്റൈൻസ് ഡേന് ആരുടെ കൂടെ പോകാനാണ് തീരുമാനം? നിങ്ങൾ ആരുടെ ലക്കി വിന്നർ? നമുക്ക് രാത്രി ഞാൻ അങ്ങനെ ഒരു ഡേ ആഘോഷിക്കുന്ന ആളല്ല. ഞാൻ ഇത് ഇങ്ങനത്തെ ഡേയ്സ് പോട്ടെ, ഞാൻ പോപ്പുലർ ആയിട്ടുള്ള ക്രിസ്മസ്, ന്യൂ ഇയർ, പെരുന്നാൾ, അങ്ങനെ സാധനം ആശംസകൾ ഞാൻ അങ്ങനെ എടുക്കുകയും കൊടുക്കുകയും ചെയ്യാറില്ല. അതിന് പ്രത്യേകിച്ച് എനിക്ക് വലിയ ഡേറ്റിന് അങ്ങനെ വലിയ ഷൈനികം, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷൈനികം പറയുന്നത് പോലെ ഈ ഡേറ്റ് ഒക്കെ കലണ്ടർ ഉണ്ടാക്കി നമ്മളല്ലേ മച്ചാൻ. ഇതില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? അനീസിക്കയുടെ ബർത്ത്ഡേ നമുക്കേ അറിയാവുള്ളൂ. കാരണം എനിക്ക് അനീസിക്കയുടെ പാൻ കാർഡ് എന്തോ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഞാൻ അനീസിക്കയുടെ ബർത്ത്ഡേ കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ അനീസിക്ക ആരുമായിട്ട് ബർത്ത്ഡേ ഷെയർ ചെയ്യൂല. അപ്പം നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഡേറ്റിന് പോകുമ്പോൾ ഒരു പെണ്ണ് ചോദിക്കില്ല, സാധാരണ നിങ്ങളുടെ അടുപ്പ് തോന്നുന്നത് ബർത്ത്ഡേ നൈറ്റ് ആണ് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ദിവസങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ലെന്ന് എനിക്ക് പണ്ടേ തോന്നി. അത് തന്നെ ഞാൻ വിചാരിക്കാം. ഞാൻ നിങ്ങളുടെ അനീസിക്ക നിങ്ങളുടെ ബർത്ത്ഡേ എന്നാണ് അറിഞ്ഞിട്ട് എന്തിനാ?
അതെന്ത് കുറെ ചോദ്യം എന്നിട്ട് എന്തുകൊണ്ട് ആൾക്കാർ പോകാത്തത്? അനീസിക്ക് ഇപ്പൊ ജനിച്ചിട്ട് എന്തിനാ അവനത് പറഞ്ഞത്? നമ്മളൊക്കെ ഉണ്ടോ ശരിക്കും? നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മളാണോ ഇത്? നമ്മളിവിടെ ഉണ്ടോ? നമുക്ക് നമ്മുടെ തോന്നലാണല്ലോ ഇത്. നമ്മളിൽ ഉണ്ടെന്നുള്ളത് നമ്മുടെ തോന്നലാണല്ലോ. അമ്മയച്ഛനും പറയുന്നത് നമ്മൾ ദിവസം ജനിച്ചു, നമുക്കറിയില്ലല്ലോ അത്. നമ്മൾ ജനിച്ചിട്ടുണ്ട്. നമ്മൾ ജനിച്ചിട്ടുണ്ടോ? അപ്പം നിങ്ങളിപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ബർത്ത്ഡേ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ എന്തിനാണെന്ന്. ഡേറ്റ് വന്നിട്ടുണ്ട്. ഡേറ്റിൽ എന്തിരിക്കും? ഇപ്പം നമ്മൾ തമ്മിൽ കാണുന്ന ഈ ഡേറ്റിനാണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഡേറ്റിനാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലാതെ ഡേറ്റിനല്ല, തീയതിക്കല്ല ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ്. എന്നാലും നിങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്നും സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ. ഞാൻ എല്ലാ ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് പർട്ടിക്കുലർ ഡേ, അതായത് പ്രണയം ആഘോഷിക്കാനോ അല്ലെങ്കിൽ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പർട്ടിക്കുലർ ദിവസത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എല്ലാ ദിവസവും പ്രണയിക്കുന്ന ആളാണ്. നമുക്ക് എല്ലാ ദിവസവും ആൾക്കാരോട് കാണാൻ പറ്റും. അതുകൊണ്ട് നീ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇതാണ്. വാലന്റൈൻസ് ഡേ എന്ന് ആരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നു? ഞാൻ ഇങ്ങനെയുള്ള ഡേറ്റ് സെലിബ്രേറ്റ് ചെയ്യത്തില്ല. പർട്ടിക്കുലർ തീയതികൾ എനിക്ക് സെലിബ്രേഷൻ ഇല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇന്ന ദിവസം ആരെങ്കിലും ക്രിസ്മസ് ഒരു കേക്ക് മേടിച്ച് അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല. 10 പേരെടുത്ത് ഞാൻ പ്രത്യേകം ഡേറ്റ് പറയേണ്ട കാര്യമില്ല. ഞാൻ രാവിലെ 8 മണിക്ക് വരും, 10 മണിക്ക് വരും. ഞാൻ ഈ ദിവസം പ്രത്യേകമായിട്ട് ആഘോഷിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ആരുടെയും കൂടെ പോകേണ്ട കാര്യമില്ല. ഞാൻ അന്ന് ഫ്രീ ആണ്. ഞാൻ ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ആണെന്ന് അറിയാം. മറ്റേ ഡേറ്റുകളെ പറ്റിക്കുന്നതാ, മനസ്സിലായോ? അല്ലെ 14 കൺഫ്യൂഷൻ ആവില്ലേ? ആരുടെ നിങ്ങൾ ആരുടെ കൂടെ ആയിരുന്നു ചോദിക്കത്തില്ല. ഇതിപ്പോ ആരുടെയും കൂടെ അല്ല, ബാക്കിയുള്ള ദിവസങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ 10 ദിവസം ഉണ്ട് അല്ലേ? തുടങ്ങിയപ്പോ ഇത് പണ്ട് ഇങ്ങനെയൊന്നും ഇല്ല. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് ഫെബ്രുവരി 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് കാർഡ്, പൂവ് എന്നൊക്കെ പറഞ്ഞ്. ചില പിള്ളേരൊക്കെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് ആണുങ്ങളും പേടിച്ച് പെൺകുട്ടികളൊക്കെ ഇത് വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ നിൽക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നേ ഞാൻ പറയുന്നത് ഇതിപ്പോൾ എന്താ ഭ്രാന്താണ് ആൾക്കാർക്ക് ഇത്. പിന്നെ ഇതിന് ചരിത്രം എന്താ പറയുന്നുണ്ടല്ലോ, സെയിൻറ്റ് വാലന്റൈനെ എവിടെ പിടിച്ചടച്ചെന്നോ പുള്ളി മരിച്ചെന്നോ അതിൻ്റെ ദിവസമാണെന്നൊക്കെ എന്തോ ഒരു കഥയൊക്കെ വെച്ചാണ് ഇതിനെ പോപ്പുലറൈസ് ചെയ്തെടുത്തത്. ബേസിക്കലി നീ പറഞ്ഞാൽ ക്യാപിറ്റലിസത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. കുത്തകകൾ ഉപഭോഗ വസ്തുക്കളാക്കി മനുഷ്യനെ മാറ്റി അവരുടെ പ്രൊഡക്ട്സ് വിറ്റഴിക്കാൻ വേണ്ടി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ദിവസങ്ങൾ ആചരിക്കുന്നത്. എനിക്ക് ഞാൻ എല്ലാ വാലന്റൈൻസ് ഡേയിലും വിചാരിക്കും അടുത്ത വാലന്റൈൻസിന് മുമ്പേ അടുത്ത വാലന്റൈൻസ് ഡേക്ക് മുമ്പേ എങ്കിലും ഒന്ന് സെറ്റ് ആവണം. അടുത്ത വാലന്റൈൻസ് ഡേ എങ്കിലും ഒരു ഡേറ്റ് പോകണം എന്ന് ഞാൻ കുറെ നാളാ ആഗ്രഹിച്ചു. ഇത്തവണ നിങ്ങളുടെ ആഗ്രഹം നടന്ന സ്ഥിതിക്ക് നിങ്ങൾ പറയും, നിങ്ങളുടെ ഈ 7 ദിവസം നിങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ്? നമ്മൾ അങ്ങനല്ലല്ലോ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ തിരിച്ചാ ഇന്റർവ്യൂ. നമ്മൾ രണ്ടുപേരും, നമ്മൾ സാധാരണക്കാര്, ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ള ഒരു മനുഷ്യനെ വാലന്റൈൻസ് ദിനത്തിൽ അയാളുടെ എക്സ്പീരിയൻസ് ശരിക്കും രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് കൂട്ടിയ അതിനുള്ളതിനേക്കാൾ കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ള ആളായിരിക്കും. അതെ, നമ്മുടെ അല്ല, എനിക്ക് തോന്നുന്നു ഈ പനമ്പള്ളിയിലുള്ള എല്ലാവരും അത്രയും കൂട്ടിയ. എന്നാൽ ഏകദേശം റഫ് ഫിഗർ പറയുകയാണെങ്കിൽ എത്ര? ഞാൻ എണ്ണാറില്ല ആളുകളെ. കാരണം ആളുകളെ നമ്മൾ എണ്ണത്തിൻ്റെ ഇതിനകത്ത് പെടുത്താനുള്ളതല്ല. നമ്മൾ ആൾക്കാരെ എണ്ണാറില്ല. എനിക്കിപ്പോഴും അറിയത്തില്ല. നമ്മളെ കളക്റ്റീവ് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എത്ര പേരുണ്ടെന്ന്. നമ്മുടെ കളക്റ്റീവിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. മഹാദേവൻ, ജോൺ, ദീപക് അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ എണ്ണാറില്ല നമ്മൾ എത്ര പേരുണ്ട്. നമ്മൾ ആൾക്കാരെ കൗണ്ട് ചെയ്യുക. പോസ്റ്റ് ഓഫീസ് ഇന്ന് എത്ര എണ്ണാറില്ല സാർ. സത്യം, പോസ്റ്റ് ഓഫീസിന് എന്യൂമറേഷൻ എന്നൊരു പരിപാടിയുണ്ട്. അതായത് എല്ലാ ഫെബ്രുവരിയിലും കഴിഞ്ഞൊരു വർഷത്തെ എല്ലാ സാധനങ്ങളുടെയും ആവറേജ് എടുക്കാൻ വേണ്ടി ഫെബ്രുവരി മാത്രം കാൽക്കുലേറ്റ് ചെയ്യും. എല്ലാ വർഷം എണ്ണാൻ പറ്റത്തില്ല, എല്ലാ മാസം എണ്ണാൻ പറ്റും. ഫെബ്രുവരി എന്യൂമറേഷൻ മന്താണ്. ഫെബ്രുവരിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് ഇങ്ങനെ എണ്ണി വെക്കും. അത് ഈ ദിവസം നേരത്തെ മാസങ്ങളിൽ എണ്ണത്തില്ല. ആവറേജ് എടുക്കാൻ ഫെബ്രുവരി ഏറ്റവും ചെറിയ മാസത്തിന്റെ മൊത്തം വടിയന്മാരാട്ടെ. കാരണം ഫെബ്രുവരി 28 ദിവസമല്ലേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ ഫെബ്രുവരിയിലെ എന്യൂമറേഷൻ എടുക്കാൻ പറയും. അപ്പോൾ ഓരോ ദിവസം വരുന്ന കത്തുകൾ ഡീറ്റെയിൽസിന്റെ അത് കണക്കുള്ളതിന്. ഓർഡിനറി ലെറ്റേഴ്സിന് കണക്കില്ല. അത്രേ ഉള്ളൂ. ഇല്ല, ഒന്നുമില്ല. രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് പാഴ്സൽ, രജിസ്റ്റേർഡ് പാഴ്സൽസിന് മാത്രമേ കണക്കുള്ളൂ. അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഓർഡിനറിക്ക് കണക്കില്ല. ഓർഡിനറി അത്രയും പ്രയോറിറ്റി ഇല്ലാത്ത ഓർഡിനറി കണക്കില്ല. ഇതൊരു വിശ്വാസത്തിന്റെ ഗെയിമാണ് ഓർഡിനറി. അപ്പോൾ ഈ ഓർഡിനറി കത്തുകൾ ഇങ്ങനെ സാധനങ്ങൾക്ക് എന്യൂമറേറ്റ് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിലെ കണക്കെടുക്കാൻ പറയും ഡിപ്പാർട്ട്മെന്റിൽ. ഞാൻ മാത്രമേ എന്യൂമറേഷൻ കണക്ക് കൊടുക്കാത്ത, എനിക്ക് എണ്ണുന്ന ഇഷ്ടമല്ല. അപ്പൊ ഈ പോസ്റ്റ് ഓഫീസിൽ വാലന്റൈൻസ് ഡേ ട്രാഫിക് കൂടാറുണ്ട്. കാരണം ഇല്ല, ജീവിതം എനിക്ക് മഹാദേവന്റെ ജീവിതം ടു ആൻ എക്സ്റ്റെന്റ് വാലന്റൈൻസ് ഡേ അങ്ങനെ ബോധർ ചെയ്യാത്തൊരു സാധനമാണ്. ഇപ്പൊ എനിക്ക് ഭയങ്കര സെലിബ്രേഷൻ ആണ്. ഇപ്പൊ ആൾക്കാർ ഈ 7 ദിവസം നിങ്ങൾ പറഞ്ഞാൽ വളരെ എവിഡന്റ് ആയിട്ട് ആൾക്കാർ ഓരോ ഡേയും കളർ വെച്ചിട്ടും ഓരോ ഗിഫ്റ്റുകൾ വെച്ചിട്ടും ഒക്കെ അതിനെ ഐഡന്റിഫൈ ചെയ്ത് ആഘോഷിച്ചിട്ട് 14 പ്രപ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ സെക്സ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആക്കി വെക്കുന്നൊരു സംഭവമായിട്ട് കാണാറുണ്ട്. പിള്ളേർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അങ്ങനെ. ഇല്ല, ഇൻട്രസ്റ്റഡ് അല്ല അതിനെപ്പറ്റി. എന്താ പറയുക, ആധികാരികമായി സംസാരിച്ചെങ്കിലും കുറേ പേരൊന്നും ഇത് മൈൻഡ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഈ പറഞ്ഞ വാലന്റൈൻസ് ഡേ എന്നുള്ള സാധനം ഉണ്ട്. അതിന് മുന്നേ ഈ 10 ദിവസം മറ്റേ റോസ് ഡേ, മറ്റേ ടെഡി ഡേയോ എന്തൊക്കെയോ കുറേ ചോക്ലേറ്റ് ഡേ അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നുന്നു. പിന്നെ ആൾക്കാർ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ ഇതുപോലെ ആരോ ഇറക്കി വിട്ട് ഓടി ഇതായതാണെന്ന് തോന്നുന്നു. അല്ലാതെ ആരും അങ്ങനെ കെയർ ചെയ്യാറില്ല. അല്ലാതെ ഇന്ന ദിവസം ഇന്ന കളർ ഇട്ടാ ഇന്ന സംഭവം എന്നൊക്കെ ഉള്ളു. നമ്മള് ഉള്ള ഡ്രസ്സല്ലേ ഇട്ടുകൊണ്ട് പോണേ.
ഞാനും പിന്നെ ഇറങ്ങി കഴിയുമ്പോൾ വിചാരിക്കും ഈശ്വര ഇനി ഇതിട്ടോണ്ട് ഇത് ആൾക്കാർ വിചാരിക്കും എന്നിങ്ങനെയാണെന്ന്. പിന്നെ ആയിരിക്കും ഇനി അങ്ങനെ ഒരു തെറ്റാവണേ ആവട്ടെ. ഒരു ഗ്രൂപ്പായിട്ടുള്ള വർക്ക് സ്പേസിലൊക്കെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവർ ലെഷറായിട്ടിരിക്കും, മൈൻഡ് ഫ്രീ ആയിട്ടിരിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ എനിക്ക് ഓഫീസുകളിൽ അവർ പറഞ്ഞു ഒരേപോലെ കളറൊക്കെ ഇട്ട് വരാറൊക്കെ ഉണ്ട്. എന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ ട്രൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ക്രിസ്മസിനും ഓണത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഓരോ മാസം പറ്റുവാണെങ്കിൽ അത്രയും നാളെ ആഘോഷിക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യും. നമ്മളെല്ലാ ദിവസവും നമ്മൾ ആ ചിൽ മൂഡിലും ആഘോഷ മൂഡിലും ആവണമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ലൈഫ്. ശരിക്കും എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ ആക്കണമെന്ന് അനീസ് ടൈറ്റിൽ. അങ്ങനെയാണ് നമ്മളെന്തിനാ പ്രണയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രണയം ഓർമ്മിക്കാൻ, പ്രണയം പുതുക്കാൻ വേണ്ടി ഒരു ദിവസം വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മനുഷ്യൻ്റെ ബേസിക് നീഡാണ് പ്രണയം. അപ്പോൾ അത് എല്ലാ ദിവസവും ഉണ്ടാവണം. നമ്മൾ അതിനുവേണ്ടി പ്രത്യേക ദിവസം കണ്ടുപിടിക്കുന്ന കാര്യം എന്താ? അത്രേ എനിക്കുള്ളൂ. സമയം കണ്ടുപിടിക്കാൻ പ്രണയം പുതുക്കാനൊക്കെ ഒരു ഡേറ്റ് വേണം. എല്ലാ ദിവസവും പുതുക്കാൻ പറ്റും. പ്രണയം പുതുക്കാൻ പണയം പുതുക്കാൻ അത് ശരി. നല്ല സാധനം. ക്ലിയർ അല്ലേ? ആദ്യം എനിക്ക് ക്ലിയർ. ഞാൻ പ്രണയം പുതുക്കാൻ പിന്നെ ഈ പ്രണയത്തിന് വേണ്ടി പ്രത്യേക ദിവസം എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇല്ല, നമ്മള് സമയം ഇതാ നിന്റെ കുഴപ്പം. ഞാൻ ഉദ്ദേശിച്ചത് പണയം പുതുക്കാൻ ഒരു പർട്ടിക്കുലർ ഡേറ്റ് വേണം, പ്രണയം പുതുക്കാൻ ഡേറ്റ് വേണ്ട. അത് പണയാൻ വേണ്ടിയല്ലേ നിനക്ക് സമയം എനിക്ക് മനസ്സിലായി. ഞാൻ കൊണക്കേണ്ട കാര്യമുണ്ട് ഇവൻ. ഇല്ല, പക്ഷെ ഇതൊരു സമയം ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രോസസ് ഇല്ല. അതായത് നമുക്കിപ്പോ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ നമ്മള് ഒരാഴ്ചയിൽ ആനിവേഴ്സറി വരില്ല സാർ. ഇല്ല എന്നുവെച്ചാൽ നമുക്ക് പല പ്രയോറിറ്റീസ് ഉണ്ടല്ലോ ജീവിതത്തിൽ. ജോലിയുണ്ട്, പാരന്റ്സ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, തുടങ്ങിയ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ റിലേഷൻഷിപ്പ് ഇല്ല, ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മള് ഫുൾ ഡേ വർക്ക് മാത്രമുള്ള ദിവസങ്ങളുണ്ടാവും. ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ഒരു ഇഫ് യു മേക്ക് എ പോയിന്റ് ടു സെലിബ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനിമം കോട്ട അച്ചീവ് ചെയ്ത്. അതൊരു ലെയിം എക്സ്ക്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അല്ല ഞാൻ പറയുന്നത് നമുക്ക് നമ്മളുടെ അതിന് വേണ്ടി ഇതിപ്പം ശരിക്കും ഒരു സൊസൈറ്റി ഫോളോ ചെയ്യുന്ന നോംസിനെ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതല്ല ശരിക്കും അത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് എല്ലാവരും ഈ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ അതിന് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുക, നമ്മുടെ റിലേഷൻ ആൾക്കാർ ഒരു ദിവസത്തിൽ എന്നെ പ്രേമിക്കുന്ന ആളെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആൾ അന്ന് ഗിഫ്റ്റ് കൊണ്ട് വരും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത് ഭയങ്കര ലെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമുക്കിപ്പോൾ ഒരു വീക്ക് ഡേ വീക്കെൻഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. വീക്ക് ഡേ വീക്കെൻഡ് ഒക്കെ ശരിക്കും മനുഷ്യൻ റിലാക്സ് ചെയ്യാൻ വേണ്ടി ശരിക്കും അതും ഈ കോർപ്പറേറ്റ് ആളുകൾ മനുഷ്യനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി 7 ദിവസം പണിയെടുപ്പിക്കാതിരിക്കാൻ വേണ്ടി 6 ദിവസം പണിയെടുത്ത് ഒരു ദിവസം അവധി എന്നുള്ള സെറ്റപ്പ് വന്നുകൊണ്ടാണ്. ശരിക്കും ഇത് നമ്മളുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് ജീവിക്കാനുള്ള വഴി കണ്ടെത്തുകയാണെങ്കിൽ മനുഷ്യനെ എല്ലാ ദിവസവും ചില്ല് ചെയ്യാനും എല്ലാ ദിവസവും വർക്ക് ചെയ്യാനും റിലാക്സ് ചെയ്യാൻ എല്ലാം ഈക്വലി ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളെ മനുഷ്യരെ അടിമകളാക്കി വെക്കുന്ന സിസ്റ്റം ഉള്ളത് കൊണ്ട് പ്രോപ്പറായിട്ട് ഈ ആളുകളെ ഓരോ ദിവസവും ഓരോ മണിക്കൂർ വാലന്റൈൻസ് അല്ല ശരിക്കും ആളുകൾ അങ്ങനെ ആഘോഷിക്കാറുണ്ടാവും. അവരവരുടേതായ സമയം പ്രണയിനികളുടെ അല്ലെങ്കിൽ കവിതാക്കൾ അവരുടെ സമയം കണ്ടെത്തി ചെയ്യാറുണ്ട്. ഇതിനെ ശരിക്കും നമ്മൾ എന്താ പറയുന്നത് ഒരു ലാർജ് സ്കെയിലിൽ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടി ആരോ കൊണ്ടുവന്ന ഐഡിയ ആണത്. ഇപ്പോഴും നമ്മൾ എല്ലാ ഐഡിയകളെയും ഫോളോ ചെയ്യുന്ന പോലെ ഇത് ഫോളോ ചെയ്യും. അത് തന്നെ അതാണ് അത്രേ ഉള്ളൂ അതിന്റെ കാര്യം. അതാണ് വിജയം. അതിനപ്പുറത്തേക്ക് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ വർഷവും എന്നെ ഒരു തവണയെങ്കിലും ഓർക്കണം എന്ന് പറഞ്ഞാണല്ലോ മഹാബലി തമ്പുരാൻ ഓണം സിസ്റ്റം ആക്കിയിട്ട് പോയത്. അതുപോലെ വാലന്റൈൻ നമ്മളിങ്ങനെ കഥകൾ മെനഞ്ഞ് അങ്ങനെ അതിനെ അത് തന്നെ മഹാബലിക്ക് വാലന്റൈനും ആകാം, സെയിന്റ് വാലന്റൈനും ആകാം. മഹാബലിക്ക് വാലന്റൈൻ്റെ കഥ പഠിച്ചിരുന്നപ്പോ ലോകം മൊത്തം ആഘോഷിക്കുമായിരുന്നു മഹാബലീസ് ഡേ. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ നമ്മൾ അതിനെ കുറച്ചുകൂടെ നേരെ മാർക്കറ്റ് പിടിച്ചില്ല. അതാ കുറച്ചുകൂടെ നമുക്ക് അതിനെ ഗ്ലോബലൈസ് ചെയ്യാൻ പറ്റുവാണ്. കാരണം അത്ര കിടിലൻ സ്റ്റോറി ഇല്ല. ഇവര് കൊളാബ് അടിക്കണല്ലേ മഹാ വാലന്റൈൻ ഫെബ്രുവരി തൊട്ട് അത്ര വലിയ സാധനം സെയിന്റ് വാലന്റൈൻ്റെ കഥയ്ക്കൊന്നുമില്ല. പുള്ളിയാരെ പ്രേമിച്ചെന്നോ രാജാവ് പ്രണയം നിഷിദ്ധമാക്കിയെന്നൊക്കെ പറഞ്ഞ് ജയിലിൽ അടച്ചെന്നോ പുള്ളി അവിടെ കിടന്ന് മരിച്ചെന്നൊക്കെ കഥ. അതിനേക്കാൾ കിടിലൻ കഥയല്ലേ മഹാബലി ഭയങ്കര കിടിലൻ രാജാവാണ്. എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്തിരുന്നു, പ്രോസ്പറസ് ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ കാണാൻ വരുന്ന ദൈവത്തിൻ്റെ അവതാരം പുള്ളിയോട് 3 അടി മണ്ണ് ചോദിക്കുന്നു. പുള്ളി അതും കൊടുക്കുന്ന അത്രയും വലിയ വിശാല മനസ്കനാണ്. അതെല്ലാം കൊടുത്തു കഴിഞ്ഞ് പുള്ളി അവസാനം എൻ്റെ തല ചോട്ടിക്കുമെന്ന് പറയുന്നു സെയിന്റ് മഹാബലി. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മഹാബലി ദിനമാണ് ലോകം മുഴുവൻ ആലോചിക്കണം, ആഘോഷിക്കണം. അപ്പം സെയിന്റ് വാലന്റൈനൊക്കെ വെറും മഹാബലി മാസ് വാലന്റൈൻ പോയി. എന്തുകൊണ്ട് എനിക്ക് ഒരു 5 വർഷം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഇതേപോലെ സ്വാമി ചിന്മയാനന്ദ ഡേ എന്നൊക്കെ ചിലപ്പോ വാലന്റൈൻസ് ഉണ്ട് അല്ലേ? എല്ലാം അങ്ങനത്തെ ഒരു എന്തായാലും ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി പറയും ഇതേപോലെ ഇത് ഒരു ഫോറിൻ ഐഡിയ ആണ്. പണ്ട് 1000ന്റെ ഇടയ്ക്ക് ഒരു സ്വാമി ഉണ്ടായിരുന്നു, ആ സ്വാമിയും ഇതേ കഥയുണ്ട്, ആ സ്വാമിയുടെ ദിവസത്തിൽ വേണം. ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഓരോ സ്പെഷ്യൽ ഡേ ഉണ്ട്. അത് ഒരു ദിവസം ഒന്നീ കൂടുതലൊക്കെ ഉണ്ടോ നമ്മൾ എന്തെങ്കിലും രീതിയിൽ അതിനെ ഡേറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സാധനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ സേവ് ദ ഡേറ്റ്
പിന്നെ ഈ ഭയങ്കര എലാബറേറ്റ് വെഡിങ് ഷൂട്ടൊക്കെ ചെയ്യുന്നത് അറേഞ്ച്ഡ് മാരേജ് കപ്പിൾസ് ആണ്. ഇതൊരു സത്യം പറഞ്ഞ ഒരു ലവ് മാരേജിൽ കല്യാണം കഴിക്കുന്നവർ ഇതുപോലെ പബ്ലിസിറ്റി കൊടുത്ത് കല്യാണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. റെയറാണ്, ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. റെയറാണ്, പക്ഷെ കമ്പാരിറ്റീവ്ലി റെയറാണ്. നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയതുകൊണ്ട് റെയറാണ്. എൻ്റെ ഫ്രണ്ട്സിൽ അറേഞ്ച് മാരേജ് ആയവരാണ് കുറച്ചുകൂടെ അധികം. ഞാൻ ഇതേപോലെ എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഡ്രോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഈ പ്രീ വെഡിങ് ഷൂട്ട്. കാരണം മറ്റേ ഓൾറെഡി ഇതൊക്കെ അനൗൺസ് ചെയ്ത് കുറെ പൈസ പൊട്ടിച്ചാണ്. എനിക്ക് തോന്നുന്നു ഈ വാലന്റൈൻസ് ഡേയും ഒരു പ്രണയത്തിലാകാൻ വേണ്ടി, അതായത് ഈ ഞാൻ ആരെയെ പ്രേമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് എൻ്റെതാണ് എന്നുള്ളത്, നമ്മൾ തമ്മിലൊരു ബോണ്ടുണ്ട്, അത് ഞങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി. പ്രണയിക്കുന്നവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഇതൊരു ട്രസ്റ്റ് ഇഷ്യൂവിന്റെ പ്രശ്നമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ആൾക്കാർ നമ്മൾ പുറമേ കാണിക്കുകയാണ്, ഓക്കെ അപ്പം ഇനി വേറെ ആരും എന്നെ നോക്കരുത്, ഇവരെ നോക്കരുത്, ഇവർ ലോക്ക്ഡൗൺ. നമ്മളൊക്കെ തിരിച്ചല്ല ചിന്തിക്കുന്നത്, ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിടക്കണം പോകുന്നു. അല്ല, അതുകൊണ്ടാണ് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത്, ട്രസ്റ്റ് ഇഷ്യൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരാൾ പറയുന്നത് അന്ന് എൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണം, എനിക്ക് ഗിഫ്റ്റ് തരണം, അത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കണ്ടോണം ഞങ്ങൾ തമ്മിലാണ്, അപ്പോൾ വേറെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ. അല്ല, ഇപ്പൊ മഹാദേവനോട് താല്പര്യമുള്ള ഒരു കുട്ടിക്ക് വിഷമാവും. നോക്കും ഫെബ്രുവരി നീ ഒരു പോസ്റ്റ് 14-ാം തീയതി നീ ഒരു പോസ്റ്റ് ഇടുന്നുണ്ടോ, ചിലപ്പോൾ നിന്റെ അടുത്ത് ഹിന്റ് ആയിട്ട് വെക്കും എന്താണ് വാലന്റൈൻസ് ഡേ പരിപാടി. അപ്പോൾ പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നീ ഫ്രീ ആണെന്നാ അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ നിനക്ക് നിന്റെ ഒരു ഭയങ്കര ആക്റ്റീവ് റിലേഷൻഷിപ്പ് അല്ലാന്ന് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കും, പക്ഷെ ഒരു സ്പെഷ്യൽ ഡേയ്സിലും ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് സ്റ്റോറി ഒന്നും ഇടാറില്ല, ഞാൻ വിഷ് ചെയ്യാറില്ല, ആരുടെയും ബർത്ത്ഡേ വിഷ് ചെയ്യാറില്ല. ഞാൻ പണ്ട് ഇതൊക്കെ, അതായത് ബർത്ത്ഡേ വിഷ് ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു. ഞാൻ ടെക്സ്റ്റ് അയക്കും ചിലപ്പോൾ, അത് അവർക്ക് എന്തെങ്കിലും അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് ഓർത്ത് അങ്ങനെ ചെയ്യുന്നല്ല, അത് എനിക്ക് ഇഷ്ടമല്ല. ഞാനിത് പണ്ട് പേഴ്സണലി വിഷ് ചെയ്യാറില്ല, ഈ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന ഭയങ്കര കൂതറ പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ എന്തിനല്ല, എല്ലാവരും അന്ന് ഫുൾ ഹാപ്പി വാലന്റൈൻസ് ഡേ, കുറെ പടം മറ്റേ കടലിലോട്ട് പോണതിൻ്റെ അടുത്ത് മറ്റേ ആർട്ട് വരുന്ന ഷേപ്പ് അല്ല ബലൂൺ വെച്ച് ആർട്ട് ഉണ്ടാക്കി ഹാപ്പി വാലന്റൈൻസ് ഡേ, ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും അവർക്ക് ഇത് എന്തിനാ, ഇത് സിംഗിൾ ആയിട്ടുള്ളവരൊക്കെ കാണുമ്പോൾ അവസ്ഥ ഹാപ്പി വാലന്റൈൻസ് ഡേ വിത്ത് മൈ വാലന്റൈൻ എന്നിട്ട് തിരിഞ്ഞിരിക്കുന്നവർ കാണിക്കൂല, കാരണം അടുത്ത വർഷം മാറൂലേ. പ്രണയിക്കുന്നവർക്ക് എന്തെങ്കിലും ഉപദേശമുണ്ടോ അനീഷിക്ക? പ്രണയിക്കുന്ന ഉപദേശമൊന്നും വേണ്ട, അവർ ഓൾറെഡി വഴിതെറ്റി കഴിഞ്ഞാൽ അവർ ഓൾറെഡി ട്രാക്കിലായി കഴിഞ്ഞു. നമ്മളെന്ത് ഉപദേശിക്കാനാണ് പ്രണയത്തിനകത്ത് ഉപദേശത്തിനോ അല്ലെങ്കിൽ എനിക്കൊന്ന് കാര്യമൊന്നും. വാലന്റൈൻസ് ഡേ കൊണ്ട് ആകെയുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പോയി ഇത് പറയാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണും, അല്ലെ ഇതെങ്ങനെ പ്രസന്റ് ഉണ്ടെന്നത്. അപ്പോൾ വാലന്റൈൻസ് ഡേ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ദിവസമാണല്ലോ, അതായത് പോയി ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ അടിച്ചാൽ. അല്ല, അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു നമുക്ക് ഒരാളുടെ അടുത്ത് ആസ്ക് ഔട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡെഡ് ലൈനാണ്. ഞാൻ എപ്പോഴും നിങ്ങളുടെ തരുന്നത്, നമുക്ക് ഡെഡ് ലൈൻ ഉണ്ടെങ്കിലേ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളത്. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെഡ് ലൈനാണ് ഞാൻ ഫെബ്രുവരി 14 മുമ്പേ ഞാൻ അവൾ ആസ്ക് ഔട്ട് ചെയ്തിരിക്കും. അത് മുമ്പേ എന്നല്ല ഞാൻ പറഞ്ഞത്, അപ്പോഴും പറ്റാത്ത ഒരാൾക്ക് ഫെബ്രുവരി 14 ഈസി ആണ് ഒരു ഹാപ്പി വാലന്റൈൻസ് ഡേ എന്നൊരു സാധനം അയച്ചാൽ മതി. അത് വെറുതെ ആരും അയക്കില്ല തമ്മി, അതയക്കുമ്പോൾ അത്. പക്ഷെ ഞാൻ പറഞ്ഞ ചിലപ്പം അപ്പുറത്തും അതുണ്ടെങ്കിൽ വർക്കൗട്ട് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു, ഇല്ലേ? അതെ, പോയിട്ട് 10-15 പേർക്ക് അയച്ച് നോക്കണം. വാലന്റൈൻസ് ഡേ കഥകളായിട്ടൊന്നും ഇല്ല, ഞാൻ അങ്ങനെ ആ ഡേറ്റ് നോക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കഥയും പറയാം. പോയിട്ടുള്ള ബെസ്റ്റ് ഡേറ്റ് എക്സ്പീരിയൻസ് അങ്ങനെ ഞാൻ അത് ആൾക്കാരിനോട് ചോദിക്കുന്നത് ആരെയാ കൂടുതൽ ഇഷ്ടം, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. നമുക്ക് ഒരാളും ഇഷ്ടപ്പെടുന്നത് ഓരോരുത്തരെയും നീ സ്പെഷ്യലാണ് അവനും സ്പെഷ്യലാണെന്ന് പറയുന്ന പോലെ രണ്ടുപേരും, അല്ല നീയാണ് വരുന്നത് അവനാണ് വരുന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. നമ്മളെ ഡേറ്റ് ഒന്നും അല്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. ജോൺ ജോൺ ആണ് ബെസ്റ്റ്. ജോൺ ജോൺ. That was 2 years back. That was a rainy evening before I knew Maria Paul, when we were together. Though the moonlight was enchantling falling on our window, and I was looking at John Joe. He rubbed his cheek and his curly hairs, raindrops fell through his curly hairs, and I just touched his. ഇത് വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഈ സെക്ഷൻ മാത്രം ബാക്കൊക്കെ അടിച്ചിട്ട് എഴുതിയൊക്കെ എടുക്കുമായിരുന്നു, അല്ലേ? മാറ്റിയിട്ടൊക്കെ അയക്കുമായിരിക്കും. അന്ന് രാത്രി ഞങ്ങൾ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തു. ഇല്ല, ഈ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡേറ്റിംഗ് ആപ്പിനെ പറ്റി വായിച്ചതാണ്. അപ്പോൾ ഡേറ്റിംഗ് ആപ്പ് ഇപ്പോൾ പല ടൈപ്പ് ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. ഇപ്പോൾ മീം വെച്ച് കണക്ട് ചെയ്യുന്ന ഡേറ്റിംഗ് ആപ്പ് ഉണ്ട്. അതായത് നീ സ്വൈപ്പ് ചെയ്യുന്നത് പ്രൊഫൈലല്ല, നീ സ്വൈപ്പ് ചെയ്യുന്ന മീംസ് ആണ്. ഓക്കെ, വേറൊരാൾ സ്വൈപ്പ് ചെയ്യുന്ന മീംസ് ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് സിമിലർ മീംസ്, നിങ്ങളുടെ ഹ്യൂമർ സെൻസ് ഓൾമോസ്റ്റ് സെയിം ടൈപ്പ് ആണെങ്കിൽ മാച്ച് ചെയ്ത് തരും. ഓക്കെ,
അങ്ങനെ ഇപ്പോൾ കുറച്ച് ആപ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ഡെയിലി 25-30 പ്രൊഫൈല് സ്വൈപ്പ് ചെയ്യണ്ട. നിങ്ങൾക്ക് ഭയങ്കര AI ഉപയോഗിച്ച് കസ്റ്റമായിട്ട് 3 പ്രൊഫൈല് നിങ്ങൾക്ക് കാണിച്ചു തരും, അവർക്ക് 3 പ്രൊഫൈലേ കാണിച്ചു തരും. പക്ഷെ അതിങ്ങനെ നിങ്ങളെ കുറച്ചുകൂടെ എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. അതേപോലെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഡേറ്റ് ചെയ്യുന്ന ഒരു ആപ്പ് മിങ്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് ഞാൻ സ്വൈപ്പ് ചെയ്യുന്ന എക്സ്പീരിയൻസസ് ആണ്. ഇപ്പോൾ വാക്ക് ബൈ ദ ബീച്ച്, പിന്നെ എവിടെയെങ്കിലും പോകുന്നു, പിന്നെ രാത്രി ഇവിടെ പോകുന്നു, അങ്ങനത്തെ അവരൊരു എക്സ്പീരിയൻസ് ഇട്ടേക്കും. അത് ഞാൻ സ്വൈപ്പ് ചെയ്യുന്നു. അതിൽ സെക്സ് ആഫ്റ്റർ ഡിന്നർ ഉണ്ടോ? അതവർ കവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഞാനത് വായിച്ചതാണ്. പക്ഷെ അത് കോൺസെപ്റ്റ് നല്ലതല്ലേ. അതായത് ഡേറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഡേറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് അവരുടെ ഫിലോസഫി. അപ്പം ശരിക്കും ഒരു എക്സ്പീരിയൻസ് ടൈപ്പ് ചെയ്തു, വേറെ എക്സ്പീരിയൻസ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും. അത് ശരിക്കും എപ്പോഴും ഇത് ഫോളോ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരേ സാധനങ്ങൾ തമ്മിൽ ചേരണം എന്നുള്ളതല്ല. ശരിക്കും അതൊരു കോൺസെപ്റ്റ് അല്ല, ഡിഫറെന്റ് എക്സ്പീരിയൻസസ് ആണല്ലോ മിങ്കിൾ ചെയ്യേണ്ടത്. ഇപ്പം ഒരാൾക്ക് ഇഷ്ടം സിനിമ കാണാൻ പോകുന്നതാണ്, മറ്റേ ആൾക്ക് ബുക്ക് വായിക്കുന്നതാണ്. അവർ രണ്ടുപേരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനോടൊപ്പം രണ്ടുപേരും മിങ്കിൾ ചെയ്യുക വേണമല്ലോ. അല്ലാതെ അങ്ങനെയല്ല. ഇപ്പൊ വാലന്റൈൻസ് ഡേക്ക് ഇപ്പൊ ഒരാൾക്ക് ദേ വോണ്ട് ടു ഡു എ റൊമാൻറ്റിക് വാക്ക് ബൈ ദ ബീച്ച്, അപ്പൊ നിങ്ങൾക്ക് ഒരു പാർട്ട്ണറിന് വേണ്ടേ? അങ്ങനത്തെ ആക്ടിവിറ്റിയിൽ എനിക്കിപ്പോൾ ഇൻഡൽജ് ചെയ്യണം. ഞാൻ സിംഗിളാണ്. ഇതേപോലെ റിലേഷൻഷിപ്പ് താല്പര്യമില്ലാത്ത എന്നാലും ഈ എക്സ്പീരിയൻസിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതേപോലെ അന്ന് ആ എക്സ്പീരിയൻസിൽ ഒരാളുമായിട്ട് ഇൻഡൽജ് ചെയ്യാൻ പറ്റുന്നത് എത്ര മീനിങ് ഫുൾ ആയിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, അല്ല ഇതെല്ലാം നീ നേരത്തെ വെച്ചത് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അങ്ങനെ ജനറൽ റൂൾസ് ഒന്നുമില്ല റിലേഷൻഷിപ്പിനകത്ത്. അപ്പോൾ ബേസിക്കലി രണ്ടുപേരും തമ്മിൽ കണക്റ്റഡ് ആയി കഴിയുമ്പോൾ ഇതെല്ലാം എല്ലാം ഒത്തു പൊക്കോളും. അങ്ങനെ റിലേഷൻഷിപ്പിന് ജനറൽ റൂൾസ് ഇല്ല. ഫെബ്രുവരി 14 ഡേറ്റിന്റെ ആവശ്യം അതുകൊണ്ടില്ല. പണ്ട് നമ്മൾ സ്കൂളിൽ ഈ തമാശ അടിക്കുമായിരുന്നു, വാലന്റൈൻസ് ഡേ February 14, നവംബർ 14 ചിൽഡ്രൻസ് ഡേ. അത് 9 മാസം അറിയാല്ലേ. സീ ദ മാറ്റ് 9 മാസത്തിന്റെ കണക്കെന്നൊക്കെ പറഞ്ഞു. ഗ്രേറ്റ് ഓൾഡ് ഡേയ്സ്. പണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലല്ലോ, 9 മാസം എന്നുള്ളൊരു നമ്പർ മാത്രമല്ലേ. പക്ഷെ നല്ലൊരു അന്നത്തെ ലെവലിൽ നല്ല ബ്രില്യൻ ജോക്കായിരുന്നു അത്. ഫെബ്രുവരി 14 നവംബർ 14 അപ്പൊ അച്ഛനും അമ്മയും കാര്യമായിട്ട് സ്നേഹമില്ലാതെ ഉണ്ടാവണ പിള്ളേരാണോ ഇൻക്യുബേറ്ററിലൊക്കെ ആയിട്ട് 8 മാസമൊക്കെ ആകുമ്പോൾ ഡെലിവറി ആയി പോണേ? ഓഗസ്റ്റിലാണ് ജനിച്ചത്. അവര് ചിൽഡ്രൻ ആവുന്നത് നവംബറിലാണെന്ന് വിചാരിക്കാം. പിന്നെ വേറെ എന്താണ് വാലന്റൈൻസ് ഡേ? അത് ലോജിക്കില്ലല്ലേ? ഏത്? അല്ല ചുമ്മാ തമാശക്ക് അത് ലോജിക്കില്ലല്ലോ, അത് ചുമ്മാ പറയാം. പക്ഷെ രസമുള്ളൊരു കണക്ഷൻ ആണല്ലോ. കൂടുതൽ വാലന്റൈൻസ് ഡേ വരുന്ന സമയത്ത് നമ്മൾ ഈ സ്കൂളിൽ എപ്പോഴും കളിയാക്കുന്ന പേരില്ലേ, അതായത് എനിക്ക് ഒരു പഠിപ്പിപ്പുണ്ടായിട്ട് എപ്പോഴും ഞാൻ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. 12 വരെ 10 വരെ 11 12 അഴിഞ്ഞാട്ടമായിരുന്നു. അതല്ലേ 10 വരെ ബോയ്സ് സ്കൂളിൽ പഠിച്ചോണ്ട് പിന്നെ പെൺപിള്ളേരോട് മിണ്ടാൻ പേടിയായിരുന്നു. കാരണം നമ്മൾ മിണ്ടിയിട്ടില്ല. എന്നാലും നീ ആണെങ്കിൽ നിനക്ക് ആ പെണ്ണിനോട് ക്രഷ് ഉണ്ടെന്ന് ഏതെങ്കിലും വിശ്വസ്തനായ ഫ്രണ്ടിനോട് പറയുമ്പോൾ ആ കളിയാക്കല് കോമൺ ആണ്. എല്ലാരെയും വെച്ച് ഇങ്ങനെ ലിങ്ക് ചെയ്യൂലേ ഒരു സാധനം. ആൾക്കാർ അങ്ങോട്ട് കളിയാക്കി. ഫെബ്രുവരി വാലന്റൈൻസ് ഡേ അന്നേ ഭയങ്കര ട്രിക്കിയായിരുന്നു. ഞാൻ പലരുടെ പേര് പറയാം, അതുകൊണ്ട് കൺഫ്യൂഷൻ ആവും. ആൾക്കാർ സർപ്രൈസ് ആയിട്ട് കൂട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ ഗിഫ്റ്റ് കൊണ്ടുപോയി, അല്ലെങ്കിൽ ചെറിയ കാർഡ് കൊണ്ടുപോയി, അങ്ങനെയുള്ള കുസൃതികളൊക്കെ പിള്ളേർ ഒപ്പിക്കാറുണ്ട്. വാലന്റൈൻസ് ഡേക്ക് വേറെ ആരുടെയെങ്കിലും പേരെഴുതി വേറെ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ട് കളിയാക്കുക, ബോധി പേരെഴുതി വയ്ക്കുക, അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ. സ്കൂളിൽ ഫ്രണ്ട്സ് ഓണായി കിടക്കുന്ന ആൾക്കാർ അനീസിക്ക് തന്നെ പോയി ബോർഡിലൊക്കെ ആരും അനീസിക്കയുടെ വേറെ ഏതെങ്കിലും കൊച്ചിൻ്റെയും കൂടെ പേരൊക്കെ എഴുതിയിട്ടേ ഞാനല്ലത് സോറി എന്നാലും കുട്ടി എന്ത് പറയുന്നു. കുട്ടിക്ക് ഇത് വിഷമോ ക്ഷീണമോ ആയെങ്കിൽ മനഹാരിയെങ്കിൽ ഞാൻ ജീവിതം തരാൻ തയ്യാറാണ്. ഇനിയിപ്പോൾ കല്യാണം കഴിക്കാതൊക്കെ നാണക്കേടായി. ഓൺ ബിഹാഫ് ഓഫ് ജോൺ ജോ ഞാൻ പറയാം, ജോൺ ജോ നിന്നെ പോലെ ഒന്നും അല്ലായിരുന്നു. കോളേജ് വരെ പെൺപിള്ളേർ മിണ്ടാൻ പേടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ പെൺപിള്ളേരെ കണ്ടിട്ടില്ല. വീട്ടിനകത്ത് തന്നെ 5-6 വർഷം ചുമ്മാ അടച്ചു കുത്തിയിരിക്കുകയായിരുന്നു, ഉറക്കം ഭക്ഷണം കഴിക്കുന്നതല്ലാതെ. ജോൺ ജോ ആദ്യമായിട്ട് കാണുന്നൊരു പെണ്ണ് അനുമരിയ പോളായിരുന്നു. അപ്പോൾ ജോൺ ജോ അങ്ങനെയാണ് ജോണിന്റെ കല്യാണം നടന്നത്. ജോണിന് ആദ്യമ മനുഷ്യൻ ഗുഹയ്ക്കകത്തുനിന്ന് പുറത്തു വരുമ്പോൾ ആദ്യമായിട്ടൊരു പെണ്ണിനെ കാണുന്നവരായിരുന്നു. അങ്ങനെ തന്നെയാണ്. ഇല്ലെങ്കിൽ ജോൺ അല്ലെന്ന് പറയട്ടെ. അയ്യോ ജോൺ ഉണ്ടായിരുന്നു, ജോൺ സമ്മതിച്ചേന്. നിങ്ങള് ജോൺ ജോയിനെ ഇനിയുള്ള കാര്യം പറഞ്ഞു. ജോൺ ജോയ്ക്ക് വാലന്റൈൻസ് ഡേ ഇല്ലായിരുന്നു. ജോൺ ജോ കോളേജിൽ റിലേഷൻഷിപ്പ് ഇല്ലായിരുന്നു. കോളേജ് വരെ പെൺപിള്ളേരെ സംസാരിക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ജോൺ ജോ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. സംസാരിച്ചെല്ലാം കൊള്ളായിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്കൂളിൽ ഇതേപോലെ ഒരു പഠിപ്പിപ്പെണ്ണുമായിട്ട്, പഠിപ്പിപ്പെണ്ണുങ്ങളാണല്ലോ പഠിപ്പിപ്പയ്യന്മാരുടെ ആയിരുന്നു. അപ്പോൾ അന്ന് WWE ഉണ്ടായിരുന്നു. WWEയിൽ അന്ന് റോബ് വാൻ ഡാം എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്ലർ കാണാറുണ്ടായിരുന്നു, 2 റിലേറ്റീവ്. അപ്പോൾ അങ്ങനെ ടാഗ് ടീം ഒരു സാധനമുണ്ട്. അപ്പം എനിക്ക് റോബ് വാൻ ഡാം കേനുമായിരുന്നു. കേനാണ് മാസ്ക് വെച്ചിട്ട്, പിന്നെ മാസ്ക് കുറച്ചുകൂടെ പോപ്പുലർ. കേൻ കുറച്ചുകൂടെ പോപ്പുലർ. ഇവരുടെ
പെയർ ഭയങ്കര ഫേമസ് ടാഗ് ടീം ആയിരുന്നു. അപ്പോൾ ഇവർ 3rd റാങ്കും 5th റാങ്കും ആയിരുന്നു. അപ്പോൾ ഞാൻ 3rd റാങ്കും അവൾ 5th റാങ്കും ആയിരുന്നു. പകരം നമുക്കൊരു നമുക്കൊരു ടാഗ് ടീം ഉണ്ടെന്ന് ആ ഒരു സാധനം വെച്ചൊക്കെ ആയിരുന്നു. അല്ല, ഈ കളിയാക്കുന്ന സാധനം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലോജിക് ക്യൂപ്പിഡ് വർക്ക് ചെയ്യുന്നത്. അത്രയും ലെവൽ ഇത് പഠിച്ചോണ്ടാ അല്ലേ? നമുക്ക് റാങ്ക് എങ്ങനെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ കാർഡ് കാർഡുകൾ പോപ്പുലർ നിങ്ങളുടെ സമയത്തുണ്ടോ എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ സമയത്ത് പല ക്രിക്കറ്റ്, ഫുട്ബോളല്ല ക്രിക്കറ്റിന്റെ ഒക്കെ കാർഡുകളൊക്കെ ഭയങ്കര WWE ക്രിക്കറ്റ് ഭയങ്കര പോപ്പുലർ ആയിരുന്നു കാർഡിങ്ങിൽ. നമുക്ക് ആളെന്ന് അറിയത്തില്ല, നമ്മൾ മറ്റേ നമ്പേഴ്സ് ആണല്ലോ കളി. ഫ്ലെയിംസ് വെട്ടി നോക്കുന്നതും വാലന്റൈൻസ് ഡേയുടെ പാർട്ടായിട്ടൊക്കെ വന്നാ ഫ്ലെയിംസ് എഴുതി വെട്ടി നോക്കിയിട്ട് ഇത് സെറ്റാ, ഈ വാലന്റൈൻസ് ഡേക്ക് നീ അവളെ പിടിച്ചോ, ഇത് നിന്റെ ലവറാണ്, ഇത് മാരേജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ലെയിമായിട്ട്, ഫ്ലെയിംസ് പോലും ലെയിമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും പറയുന്നത് വാലന്റൈൻസ് ഡേ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഭയങ്കര ലെയിമാണെന്ന് എനിക്ക് തോന്നുന്നു. ഫ്ലെയിംസ് ഒക്കെ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഈ ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇത് കിട്ടിയാൽ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടുമെന്ന് തോന്നുന്നു. അതിന് നോക്കാൻ വേണ്ടി നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ ഞാൻ ഇവിടുന്ന് അവിടെ വരെ ഓടിയാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ, നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇത് സെറ്റാകും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ. പലരും ഇങ്ങനെ ചോദിക്കാറില്ല, എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ അകത്തുള്ള ബേസിക്കലി ഞാനൊക്കെ വളർന്ന സമയത്ത് പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മിസ്റ്റിഫൈഡ് ഒരു സാധനമായിരുന്നു. അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവര് നമ്മളെ പോലെ തന്നെയാണെന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായിരുന്നു. ഇപ്പോഴും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കോൺസെപ്റ്റ് ആണ് പ്രണയം. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഫ്ലെയിംസ് അല്ലേ, അവരെ ചോദിക്കാൻ, അവർക്ക് വാലന്റൈൻസ് ഡേന് ചോദിച്ചാൽ അല്ലേ, ഇത് എന്നും നമ്മൾ പ്രോപ്പറായിട്ട് ഓപ്പണായിട്ട് സംസാരിച്ചാൽ മതി. അല്ലാതെ വാലന്റൈൻസ് ഡേക്ക് സംസാരിക്കാൻ നിൽക്കുന്നതാണ് നമുക്ക് ഈ മിസ്റ്റിഫൈഡ് ഫീൽ ഉണ്ടാകുന്നത്. പിന്നെ കുറേയൊക്കെ കവികൾ ഇതിനെയൊക്കെ ഭയങ്കര കാര്യമായിട്ട് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര സ്ത്രീ മനസ്സ് നമുക്ക് സങ്കീർണമാണ്, ഗ്രഹിക്കാൻ പറ്റുന്നത്. മനുഷ്യന്റെ മനസ്സ് പൊതുവെ സങ്കീർണമാണ്. മനുഷ്യൻ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള കോംപ്ലിക്കേറ്റഡ് ആണ് മനുഷ്യൻ. അല്ല, മനുഷ്യൻ ബേസിക്കലി പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതാണ് ഏറ്റവും മണ്ടത്തരം തോന്നുന്നു അല്ലേ? നമ്മൾ അതിന് 2 മുന്നെങ്കിലും പ്രപ്പോസ് ചെയ്യണം. 55 ആകുമ്പോൾ ബിവറേജിൽ പോകണം, ഭയങ്കര ക്യൂ ആയിരിക്കും. ഈ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും, ഉച്ചയ്ക്ക് എടുത്തു വെക്കും, ലഞ്ച് ബ്രേക്കിനും എടുത്തു വെക്കും. 8:55 ബിവറേജിൽ പോകുന്നതാണ് വാലന്റൈൻസ് ഡേ ക്യൂ. അപ്പൊ അവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പൊ അവരത് കൂട്ടത്തിൽ ഏറ്റവും പൊലിപ്പുള്ളത് നോക്കി സെലക്ട് ചെയ്യും. അതാണ് ഈ മാട്ട സാധനം. ചിലപ്പോ ഈ വാലന്റൈൻസ് ഡേയുടെ ഒരു പ്രഷർ ചിലപ്പോൾ ഓൾറെഡി ഈ പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലാണ് റിലേഷൻഷിപ്പിലാവാനുള്ള ഒരു പ്രശ്നം. ഇപ്പൊ തന്നെ ഞാൻ ഈ ഒരു സ്വന്തമായിട്ട് ബാറുണ്ട്, ഈ ഒരു ചടി ഈ നമ്മൾ ഈ കല്യാണത്തിന് അല്ല, ഈ കല്യാണം കഴിക്കാത്തപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം കല്യാണം കഴിക്കുമ്പം നമുക്കൊരു പ്രഷറില്ലേ, ഇനി ഞാൻ ചെയ്യുന്ന തെറ്റാണോ, ഞാനും കല്യാണം കഴിക്കേണ്ടതാണോ. അതേപോലെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ കപ്പിൾസ് എല്ലാം വാലന്റൈൻസിന് പോകുന്നു, ഡേറ്റിന് പോകുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ എല്ലാവരും വാലന്റൈൻ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പം ചിലപ്പം സിംഗിളായ ഒരു പെൺകുട്ടിക്ക് കുറച്ചുകൂടെ പ്രഷർ ഉണ്ടാവും. പക്ഷെ ഞാൻ ജീവിതത്തിൽ തെറ്റാണ് ചെയ്യുന്നത്, വേണമെങ്കിൽ ഈ വാളിക്കൊരു ചാൻസ് കൊടുത്താലോ. ആ ടൈമിൽ ഇല്ല, സിംഗിൾ ആയിട്ടിരിക്കുന്നവർ ആ ഒരു ഡേറ്റിനോട് അടുക്കുന്ന ഒരു സിഗ്മ ആയിക്കൊണ്ടിരിക്കത്തുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ എന്ത് ഓരോ പരിപാടി എന്നൊക്കെ, ഇതൊക്കെ കൊണ്ടോ ഞാൻ പ്രേമിക്കാത്തതെന്നൊക്കെ അങ്ങനെയൊക്കെ പറയും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുകയാണ് എൻ്റെ മുന്നിൽ. ഇപ്പം നമ്മൾ ഞാനിപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, പറ്റുന്ന ഒക്കേഷത്തിൽ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുക. ഗിഫ്റ്റ് 300-400 മേടിച്ചു കൊടുക്കുകയുള്ളൂ. ഞങ്ങൾക്ക് അറിയാലോ, നമ്മൾ കണ്ടിട്ടുള്ളതാണ് കസിൻസിനെയൊക്കെ നീ സ്നേഹിക്കുന്നത്. എന്നാലും അവരൊരു സർപ്രൈസ്, ആ ഒരു മൊമെന്റ് അല്ലേ, അതിനത്രയും മതി. ആ ഒരു മൊമെന്റിന് വേണ്ടിയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വാലന്റൈൻസ് ഡേന് ഒരു ഗിഫ്റ്റ് അയക്കാൻ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി. നമ്മൾ റാൻഡംലി ഒരു ഗിഫ്റ്റ് അയച്ചിട്ട് എന്തോന്ന് പറയാനാണല്ലേ. അങ്ങനെ ഒരു ചെറിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. ഇത് വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം, വേണ്ടവർ ചെയ്തോട്ടെ. പക്ഷേ ഇത് മറ്റടുത്ത പരിപാടിയാണെന്ന് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നത്. എൻ്റെ കറുത്ത ഷർട്ട് ഞാൻ വീണ്ടും ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം. വാലന്റൈൻസ് ഡേ കറക്കേണ്ടിയുള്ള എൻ്റെ പ്രതിഷേധമാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഇതിൽ കൃഷ്ണന്റെ ഇന്ത്യൻ ഇക്വലന്റ് ഓഫ് സെന്റ് വാലന്റൈൻസ് ഇല്ല. ഞാൻ വീണ്ടും അത് സെയിന്റ് വാലന്റൈൻസ് ശരിക്കും കഥ എനിക്ക് പ്രോപ്പർ അറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ ഒരു റെവല്യൂഷണറി ആയിട്ട് കണ്ടിട്ട് പുള്ളിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയോ, പക്ഷെ പുള്ളിക്ക് പ്രണയം ഉണ്ടായിരുന്നെന്നോ, പുള്ളി മരിച്ചുപോയി, അപ്പം അങ്ങനെ എന്തോ കണക്ട് ചെയ്ത് ചുമ്മാ ആഘോഷിക്കുന്നത്. അതിനകത്തും ഈ പ്രോപ്പർ കഥയാണ്. ഒരു വാലന്റൈൻസ് ഡേനെ പറ്റി ഒരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അത്രയെങ്കിലും വായിച്ചിട്ട് വരേണ്ടതൊരു നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നില്ല. വാലന്റൈൻസ് ഡേ വേണ്ട, നിങ്ങൾ വെറുതെ സമയം കളയരുത് പിള്ളേരെ, നിങ്ങൾക്ക് പ്രണയിക്കൂ, എന്നും പ്രണയിക്കൂ, എല്ലാവർക്കും ചാൻസ് കൊടുക്കും എന്ന് ഞാൻ പറയുന്നുള്ളൂ. എല്ലാവർക്കും ചാൻസ് കൊടുക്കും. നീ പറഞ്ഞില്ലേ ആ വ്യാളിക്ക് എല്ലാവർക്കും ചാൻസ് കൊടുക്കും. നിങ്ങൾ പ്രണയിക്കൂ, പ്രണയം എക്സ്പീരിയൻസ് ചെയ്യൂ. ഇത് കുറേ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് കിട്ടാതാവും. അപ്പോൾ നിങ്ങൾക്ക് പഴയ ഓർമ്മകളെങ്കിലും ബാക്കിയാവുന്നു. ഇതൊക്കെ ഒരു സമയത്തേ കിട്ടത്തുള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്യുക. അങ്ങനെ തോന്നുന്നുണ്ടോ ഒരു സമയം കഴിഞ്ഞാൽ? പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പെൺകുട്ടികളെ കാണും, ഒരുപാട് ആൾക്കാരുടെ മിങ്കിൾ ചെയ്യും. തോന്നില്ല നിങ്ങളിപ്പോ പീക്ക് ഡിമാൻഡിലാണെന്നുള്ള? ഞാൻ എന്നും പീക്ക് ഡിമാൻഡിലായിരുന്നു.
എനിക്കൊരു ഒരിക്കലും ഒരു കുറവ് ഫീൽ ചെയ്തിട്ടില്ല. അവൈലബിലിറ്റി എഫേർട്ടും അനുസരിച്ചിരിക്കും. അതാണ് അത്. പക്ഷെ ഞാൻ പറഞ്ഞത് ബേസിക്കലി അതിനകത്തൊരു ഡിമിനിഷിങ് മാർജിൻ ഉണ്ട് അതിനകത്ത്. കോളേജ് എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ പ്രായത്തിലും വന്നിട്ടില്ലെങ്കിൽ അല്ലല്ല, ഞാൻ പറഞ്ഞത് അത് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ്. എനിക്കൊരു മൈര്യം വരാനില്ല എന്നുള്ള തോന്നലുകൊണ്ടും അങ്ങനെ നമ്മൾ പറഞ്ഞാൽ നമുക്ക് എനിക്കില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ എനിക്കൊന്ന് തിരിച്ച് ആൾക്കാർ അട്രാക്ട് ആവുമെന്ന് തോന്നുന്നു. അതെ, വേണ്ടാന്ന് വെക്കുമ്പോ കുറെ കിട്ടും. മറ്റേത് നോർമലി നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് ഹയർ സെക്കൻഡറി മുതൽ കോളേജ് ലൈഫിലേക്ക് ഒരു പീക്ക് സർജ് ഉണ്ടാവുകയും കോളേജിൽ നമ്മൾ ഓഫീസ് ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന ആൾക്കാരുടെ ആ ക്രൗഡിൻ്റെ എണ്ണം കുറയും, സ്വാഭാവികമായിട്ട് അപ്പോൾ ചാൻസും കുറയും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് എന്തെങ്കിലും വലിയ ജോലി, ഭയങ്കര തിരക്കുള്ള ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സമയം കുറവാണല്ലോ. സോ ആ അവൈലബിലിറ്റി ചാൻസും ഒക്കെ ഡിമിനിഷ് ചെയ്യുന്നുള്ള. സോ ടീനേജിലൊക്കെ ശരിക്കും നമ്മൾ ആൾക്കാരെ പ്രണയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്തുന്നത് ഭയങ്കര മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള. ആ സമയത്ത് പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവരും ആൾക്കാർ ടോക്സിക് ആവാതെ എനിക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുക എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോഴും കുറെ പേരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇതുവരെ റിലേഷൻഷിപ്പിലൊന്നും ആവാത്ത ഫ്രഷ് അങ്ങനത്തെ ചില ശരിക്കും എനിക്ക് തോന്നുന്നു പല റിലേഷൻഷിപ്പിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ആൾക്കാർ ബെറ്റർ ആവുന്നത് അല്ലേ. ഒരു മിനിമം ഒരു 2-3 റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ. അല്ല, അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരാളെ വേണ്ടി മാത്രം ഇത് എന്തോ കാത്തു വെക്കുന്നതുകൊണ്ടാണ് ഈ സാധനം വരുന്നത്. ഒരാൾക്ക് വേണ്ടി മാത്രം കാത്തു വെക്കുന്നത്. നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ആണ് ജീവിതം എന്ന് പറയുന്നത്. പുതിയ കോഴ്സുകൾ ചെയ്യുന്നു, പുതിയ ജോലിക്ക് പോകുന്നു, ഭക്ഷണം പുതിയ ചെയ്യുന്നു, അതായത് ആളുകളെ പുതിയത് കാണുന്നു. അതുപോലെ പ്രണയവും പുതിയതായിട്ട് വരുന്നത്. ഞാൻ ഇതാ പറഞ്ഞു, ഇതൊരു വലിയ എപ്പിസോഡായിട്ട് പോകും, റിലേഷൻഷിപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റും. ബേസിക്കലി എൻ്റെ അഭിപ്രായത്തുള്ളൂ, ഫെബ്രുവരി വാലന്റൈൻസ് നിങ്ങൾക്ക് ആഘോഷിക്കണേ ആഘോഷിച്ചുള്ളൂ. പക്ഷേ നിങ്ങൾ അതാണ് ലൈഫ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇതിന് നിങ്ങളെ ആരെങ്കിലും വിഷ് ചെയ്തില്ലെങ്കിൽ അവർ മോശമാണെന്ന് വിചാരിക്കുക. അല്ല, അന്ന് വിഷ് ചെയ്യുന്നൊരു കിടില്ല എന്തൊരു കാര്യമായിട്ട് ഓർത്ത് വെച്ച് ചെയ്തെന്ന് അങ്ങനെ ട്രെൻഡ് ഒന്നും പിടിക്കണ്ട. നിങ്ങൾ എല്ലാ ദിവസവും പ്രണയിക്കുക, കിട്ടുന്നവരൊക്കെ പ്രണയിക്കുക. അത് തന്നെ. സോ ഡേറ്റിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാലന്റൈൻസ് ഡേ കോട്ട്. ഡേറ്റിന് പ്രസക്തി ഇല്ല, ഡേറ്റിങ്ങിനാണ് പ്രസക്തി. ഡേറ്റ് ചെയ്യുക, ആൾക്കാരെ മീറ്റ് ചെയ്യുക, എക്സ്പീരിയൻസസ് ക്രിയേറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ബീച്ചിൽ നടക്കുന്നതാണെങ്കിൽ അങ്ങനെ പോണ്ടായിരുന്നു തോന്നിയിട്ടില്ല. ഇതുവരെ ഒരു ഡേറ്റിന് പോയിട്ട് തോന്നിയിട്ടുണ്ടോ? പോണ്ടായിരുന്നു തോന്നിയിട്ടില്ല. കാരണം പല ടൈപ്പ് ഓഫ് ആൾക്കാർ, എല്ലാവരും പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഇത് എനിക്ക് ഞാൻ പോയിട്ട് ഒരു വ്യക്തി എൻ്റെ അടുത്ത് അവരുടെ ജീവിതത്തിനെ പറ്റി കുറെ ആവശ്യമില്ലാത്ത അവരുടെ റൂംമേറ്റും അതും ഇതൊക്കെ എനിക്ക് ഭയങ്കര ബോറ് പഠിച്ചു. എനിക്ക് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നില്ല. ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. കുറെ കഴിഞ്ഞ് ഞാനിങ്ങനെ ബോറടിച്ചു, ഞാൻ എന്തിനാണ് വന്നത്, ഇത് ഇതായി പോയെന്ന് എനിക്ക് നമ്മൾ എന്തിനാണ് പോകുന്നതെന്നൊരു സാധനം ആദ്യം കിടപ്പുണ്ടെങ്കിലാണ് ഇവന് പ്രശ്നം. ഇവൻ എന്തിനാണ് പോയത് ഇവന് വ്യക്തമായൊരു ധാരണയുണ്ട്, ഇതിനാണ് ഇവൻ പോയത്. അവിടെ നടക്കുന്നത് അതല്ല. അതുകൊണ്ടാണ് ഞാൻ അതിനു വേണ്ടിയല്ല പോകുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയല്ല ഡേറ്റിങ്ങിന് പോകുന്നത്. ജസ്റ്റ് മീറ്റിംഗ് ന്യൂ പീപ്പിൾ. ആരും വെറുപ്പിച്ചിട്ടില്ല. ഇല്ല, വെറുപ്പിക്കുക എന്നുള്ളത് എന്താണ്, നമ്മൾ ഓക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നത് കേൾക്കണമെന്ന് വിചാരിച്ച് നമ്മൾ പോകുന്നു. അപ്പോൾ അവർ നമ്മളോട് സംസാരിച്ചിരിക്കുക, നമ്മുടെ എക്സ്പെക്ടേഷൻ തെറ്റി. ഇത് നമ്മൾ പോകുന്നൊരു പുതിയ ആളെ കാണാൻ പോവുകയാണ്. ആ പുതിയ ആൾ 700 കോടി ജനങ്ങളിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ ആ ആളിനെ അറിയാനല്ലേ നമ്മൾ പോകുന്നത്. അതുപോലെ അവർക്കും, എനിക്ക് ഞാൻ പഴയതാണെങ്കിൽ അവർക്കത് പുതിയ ആളല്ലേ. അപ്പോൾ അവരും പുതിയ ആളിനെ കാണുന്നത്. രണ്ട് പുതിയ വ്യക്തികൾ തമ്മിലുള്ള മീറ്റിംഗ് അല്ലേ. ആ ഒരു 700 കോടിയിൽ 348ാമത്തെ കോടിയായത്. അപ്പോൾ അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും മിങ്കിൾ ചെയ്യുകയും അത് ചിലപ്പോൾ മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് പോവുകയോ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ്. ചില എസ്പെഷ്യലി കാണാൻ കൊള്ളാവുന്ന ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ട് അവർക്ക് ജീവിതത്തിൽ. ഭയങ്കര അവർക്കങ്ങനെ അതാണ്, അവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇങ്ങനെ എനിക്ക് എന്തായാലും ഒരു 100 വരും എന്നുള്ള ഒരു സാധനം അവർക്ക്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അനീസക്ക് മുമ്പേ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്. ഞാൻ എപ്പോഴും പീക്കിലാണ്, എനിക്ക് ആ ഡിമാൻഡ് സാധനം വന്നിട്ട്. അതെന്തായാലും കുറെ ആളുകൾക്ക് അങ്ങനെ ഉണ്ട്. കാരണം അവരെപ്പോഴും ഡിമാൻഡിൽ ഇരിക്കുന്നവരായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ കരുതിക്കോളും, നിനക്ക് അതിന് മാത്രം ഒന്നും ഇല്ലെന്ന് വിചാരിച്ചാൽ മതി, പ്രശ്നം തീർന്നില്ല. ഇപ്പൊ എല്ലാവരും കിട്ടത്തൊന്നും ഇല്ലല്ലോ. പുച്ഛം സഹിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇല്ല, നീ പോകരുത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത്. നമ്മൾ ഇല്ല, ഞാനൊന്നും ചിന്തിക്കും. നമ്മളൊരാൾ പുതിയ ഒരാളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ അവർക്ക് നമ്മൾ എത്ര ഇൻട്രസ്റ്റ് ആയെന്ന് എനിക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ എന്ന ലെവലിൽ ഒരു പ്രിഫറൻസ് ഇല്ല, പ്രിഫറൻസ് ഇല്ല. പ്രിഫറൻസ് വെക്കേണ്ട കാര്യമില്ല എന്നുള്ള പാർട്ട്ണറിന്റെ ലെവലിൽ എന്തിനാണ് പ്രിഫറൻസ്? ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരാളെയാണ് കാണാതെ. ഇപ്പൊ ബേസിക്കലി ഞാൻ മോണോഗമസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, എനിക്ക് അതിങ്ങനെ വേണം, അതിനകത്ത് തന്നെ എല്ലാം വേണം. കാണാൻ കൊള്ളാതിരിക്കണം, ഇന്റലിജന്റ് ആയിരിക്കണം, നമ്മളെ കെയർ ചെയ്യണം, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരാളെ നമ്മൾ നോക്കുന്നത്. ഞാൻ അങ്ങനെ നോക്കുന്നില്ല. എനിക്ക് ഒരാളെ അങ്ങനെ വേണ്ട. ഒരാളെ കുറച്ച് കിട്ടി, അപ്പുറത്തൊന്ന് ബാക്കി അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇന്റലിജൻസ് കിട്ടും. അല്ല, ബാക്കി നല്ലതും ചീത്തയൊന്നും. നല്ലതും ചീത്തയൊക്കെ പെർസ്പെക്റ്റീവിന്റെ ആണല്ലോ. ഇപ്പൊ ഇവിടെ നിനക്ക് നല്ലതെന്ന് തോന്നുന്നു, എനിക്ക് മോശമായിട്ട് തോന്നുന്നു. ഡേറ്റിങ്ങിലോട്ട് വരണമെങ്കിൽ ഓൾമോസ്റ്റ് കുറെയൊക്കെ സംസാരിച്ച ആ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ. അല്ല, എല്ലാ മനുഷ്യരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻസ് ഉണ്ടാവും.
നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നില്ല, അതിനുള്ള നമ്മൾ സമയം കൊടുക്കുക. നമ്മൾ ആദ്യം ചിന്തിച്ചു നമുക്ക് ഒരാളെ എളുപ്പം കുണയ്ക്കാനും എളുപ്പം പറഞ്ഞു വിടാനും പറ്റും. പക്ഷെ നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് ഓക്കെ ലെറ്റ്സ് ടേക്ക് എ ഡീപ് ബ്രീത്ത്. ആ മനുഷ്യൻ എന്താ കുഴപ്പം, ആ മനുഷ്യൻ ചെയ്തു, ഞാൻ ചെയ്തു. ചിരിച്ചാൽ തന്നെ പല പ്രശ്നങ്ങൾ സോൾവ് ആവും. നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്യാനുള്ളൂ. രണ്ടുപേരും റോഡിലൊക്കെ നമ്മൾ കാണുന്നത് ചുമ്മാ ഫൈറ്റ് ചെയ്യുന്നു. ഞാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് ചെറിയ ട്രാഫിക് കൺഫ്യൂഷൻ ഉണ്ടായി. വരുമ്പോഴത്തേക്ക് എൻ്റെ എന്തോ മിസ്റ്റേക്ക് ആരെന്തോന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഓപ്പോസിറ്റ് വന്ന പുള്ളി അല്ല ഞാൻ എന്താന്ന് പറഞ്ഞ അനീസ്കോട് പറഞ്ഞു, അതും പറഞ്ഞില്ല. പക്ഷെ ആ സിറ്റുവേഷനിൽ അയാൾ എന്ത് ചെയ്തു എന്ന് മാത്രം. എന്തോ ഒരു പോയിന്റിൽ ഞാനും പെട്ടെന്ന് അങ്ങനെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് വരുന്നവർ റോഡിൽ എല്ലാവരുടെയും ഇത് അവരവരുടെ സെറ്റപ്പ് നീ ബാക്കി എല്ലാവരും റോങ് ആയിട്ട് ഓടിക്കുന്നു എന്നാണല്ലോ ബാക്കി എല്ലാവരും. അപ്പം എനിക്ക് അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്, കാരണം ഞാൻ അത്ര മര്യാദയ്ക്കാണ് പോകാറ്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ആ പോയിന്റ് നമ്മൾ രണ്ടുപേരും പുള്ളിയും ചിരിച്ചു ഞാനും ചിരിച്ചു, നമ്മളൊന്നും ഒരു പരിചയമില്ല. പക്ഷെ അപ്പോൾ എനിക്കിങ്ങനെ പിന്നെ അങ്ങോട്ട് ഇങ്ങനെ കുറേ നേരം എൻ്റെ മനസ്സിങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെല്ലാം ഇങ്ങനെയാണെങ്കിൽ, കാരണം ഞാനും പെട്ടെന്ന് ഫ്ലിപ്പടിക്കാൻ ചാൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ ഞാനും അവിടെ ചിരിക്കുക ചെയ്തത്. ഞാൻ അത്രയും, കാരണം നന്നാവുമ്പോൾ ഞാൻ അത്രയും നല്ലതാ, മോശമാകുമ്പോഴുള്ള മോശമായി പോകണം. അതെ അതെ സത്യം. പോസിറ്റീവ് വൈബ് ഇവർ രണ്ടുപേരും കൂടെ സ്പ്രെഡ് ചെയ്തല്ലോ. അല്ല നീ അങ്ങനെ തന്നെ, നീ കൂതറയാകുമ്പോൾ നീ ഭയങ്കര പരക്കൂതറയാണ്, നന്നാണ് നീ ഭയങ്കര നല്ലതാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. പോസിറ്റീവ് വൈബ് അവർ തമ്മിൽ സ്പ്രെഡ് ആകുമ്പോൾ ഭയങ്കര രസമല്ലേ. മനുഷ്യന്മാരെല്ലാം ഇങ്ങനെയാണെങ്കിൽ ലോകം എന്ത് അടിപൊളിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള വട്ടൊക്കെ ചിന്തിച്ച് അനീസിക്കടൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അനീസിക്കോട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ അനീസിക്ക് പറഞ്ഞു ശരി അതാണ് കണ്ടിന്യൂ. അപ്പം നമ്മൾ ആൾക്കാരെ കാണുന്നത് ഇങ്ങനെ അവരുടെ പോസിറ്റിവിറ്റി നെഗറ്റീവ് നമ്മൾ ഇങ്ങനെ ചേറി എടുത്തിട്ട്, ഞാൻ വാക്ക് പഠിച്ച ചേറി എടുത്തിട്ട് നമ്മളിത് തരംതിരിച്ച് ഞങ്ങളവിടെ പാറ്റി എന്നൊക്കെ പറയുന്നത്. ഇപ്പം ചേറ് എന്നുള്ളത് ജോണും ഞങ്ങളും മൂന്ന് വന്ന വാക്കാണ്. അപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തിട്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഞാൻ ആൾക്കാരെ കാണുന്നു, സംസാരിക്കുന്നു, അവരും നമ്മുടെ സംസാരിക്കുന്നു. അവർ ചിലപ്പോൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തരംതിരിക്കുന്നുണ്ടാവും. നമ്മളവരുടെ അടുത്ത് കണ്ടു, അവരുടെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിട്ട് ഞാൻ ദൈവമായിട്ട് ഇന്ന് വിധിക്കാനൊന്നും പോകുന്നില്ല. അവരെ ഹാപ്പി സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ വാലന്റൈൻസ് ഡേ പ്ലാൻ എന്താ? എനിക്ക് വാലന്റൈൻസ് ഡേ പ്ലാൻ എന്നോട് 1-2 പേര് ചോദിച്ചായിരുന്നു വാലന്റൈൻസ് ഡേക്ക് എന്താ പ്ലാൻ എന്ന് ചോദിച്ചു. ആ അപ്പോൾ ഞാൻ പറഞ്ഞു വാലന്റൈൻസ് ഡേ എനിക്കങ്ങനെ പ്ലാനില്ല, ഞാൻ അങ്ങനെ പ്ലാനായിട്ട് വെച്ച് അങ്ങനെ പ്ലാനായിട്ടൊന്നും ചെയ്യുന്നതല്ല. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേയുള്ള ദിവസങ്ങളിൽ ഞാൻ സമയം കണ്ടെത്തി ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ 14 വരെ കാത്തിരിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ഒരാളെ കാണണം, സ്നേഹിക്കണം, അയാളുടെ സമയം സ്പെൻഡ് ചെയ്യണം, ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, വാട്ടെവർ. നമുക്കതിന് സമയം കണ്ടു. ഞാൻ ഒരു ദിവസം പ്ലാൻ ചെയ്ത് ഒരിക്കലും ഒരു കാര്യം ചെയ്യാറില്ല. നമ്മുടെ 2 കൂട്ടരുടെ സൗകര്യങ്ങൾ പ്ലാൻ ചെയ്താൽ ചെയ്യുന്നത്. എനിക്ക് ഇതുപോലെ ഇപ്പോഴും ഈ വാലന്റൈൻസ് ഡേയിലും അങ്ങനെ റിലേഷൻഷിപ്പ് ആയിട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ആൾക്കാരങ്ങനെ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ആ ഒരു പ്രായത്തിൽ എനിക്കും തോന്നുന്നു അതെ വരേണ്ട. നമ്മളിതുപോലെ വേണ്ടെന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇട്ടാൽ മതി ഇഷ്ടംപോലെ. അല്ലാതെ നമ്മൾ പിന്നെ ഇതുപോലെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും നമ്മളായിട്ട് അങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുക, അവർ നമ്മൾ ഇമ്പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുമെന്ന് ചെയ്യുന്നത് മതി. എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഞാൻ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ഞാൻ ജീവിതത്തിൽ ജനറലി ഇങ്ങനെ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യണം. ബേസിക്കലി ബി ഓപ്പൺ, ബി യുവർ സെൽഫ്, അത്രേ ഉള്ളൂ. നമ്മളാവുക, നമ്മൾ ഓപ്പൺ ആയിരിക്കും. ഇത് സംസാരിക്കാനുള്ളത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, മിണ്ടുക, പോയി ചിലപ്പോൾ തല്ലി പിരിഞ്ഞു പോകണം, അത്രേ ഉള്ളൂ. ആഘോഷിക്കാൻ പോയിട്ട് തല്ലി പിരിഞ്ഞു എന്തിനാണ് അപ്പുറത്തെ ടേബിളിൽ നോക്കി അവരെന്തൊരു കിടിലെ കപ്പിളാണ് കഴിക്കുന്നത്. അല്ല അങ്ങനെയും കാണും. അപ്പൊ അതുകൊണ്ട് വാലന്റൈൻസ് ഡേക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ റിലേഷൻഷിപ്പ് വേണമെന്നില്ല. ലൈഫിന്റെ ഗോൾ റിലേഷൻഷിപ്പ് ഉണ്ടാകുക എന്നുള്ളതുമല്ല, അത് പാർട്ട് ഓഫ് ലൈഫ് മാത്രമേ ആവുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക, കിട്ടുന്ന എടുക്കുക. ആ പ്രണയം എല്ലാവരുടെ ഉള്ളിലുണ്ട്, അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ ആൾക്കാരെ കാണുക. ശരിക്കും ഒരുപാട് പ്രേമിക്കണം അല്ലേ, പ്രണയിക്കണം, ഒരുപാട് പ്രണയിക്കണം. ഒരു റിലേഷൻഷിപ്പ് അല്ല ലൈഫിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ അത് അവർക്ക് ഈ 29-30 ഇടയ്ക്ക് വരുന്ന ചെറിയ അസുഖമാണ്, അത് മാറിക്കോളും, കുഴപ്പമൊന്നുമില്ല. അല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, എനിക്കത് ഭയങ്കര ഞാൻ അവനോട് അത് മെസ്സേജ് ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാറോ വിളിക്കാറോ ഒന്നും ഇല്ല ആരും. ഇങ്ങോട്ട് വിളിച്ചാലും മെസ്സേജ് അയച്ചാലും റെസ്പോണ്ടും ചെയ്യും. ഞാൻ ഒരു പ്രത്യേകം വിചിത്ര ജീവിതം. അതെ അല്ല പണ്ട് തൊട്ടേ അങ്ങനെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് പ്രൊഫഷണലി ഞാൻ കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആസിഫ് അലി ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ചെയ്യുമ്പോൾ അത് പ്രശ്നമാണ്. നീ ആ ലെവലിൽ എത്തുമ്പോൾ നിനക്കത് ചെയ്യാം. അല്ല ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ട്, അപ്പോഴും ചെയ്യും. അല്ല ഞാനത് ലെവല് വെച്ചോ. മഹാദേവന്റെ റോസ്റ്റിന് ഒരു ജോക്ക് കിട്ടി. അല്ല ഞാനത് എന്ന് വെച്ചാൽ എനിക്ക് ചില സമയങ്ങളിൽ ഫോൺ ഞാൻ നമ്മുടെ നേരത്തെ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ അധികം ഫോൺ ഉപയോഗിക്കാറില്ല, എനിക്ക് ഇഷ്ടമല്ല ഫോണിലങ്ങനെ. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ എന്ത് പറയാമെന്ന് പോയി. അതെ. അപ്പം ഞാൻ അങ്ങനെ മെസ്സേജ് അയക്കാറില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യുന്നതിന് ഞാൻ ഒരുപാട് ആലോചിക്കും. അപ്പോൾ അവസാനം ആലോചിച്ച് വേണ്ടെന്ന് വെക്കുക. അതാണ് മിക്കവാറും നടക്കാറുള്ളത്. അപ്പം ഈ ഫ്രണ്ട് നമ്മൾ 8 പഠിക്കുമ്പോൾ ദൈവജി നേരത്തെ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നൊരു
പെയറായിരുന്നു ഇവർ. നമ്മൾ ബോയ്സ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പുറത്ത് വേറെ ഗേൾസ് സ്കൂൾ. അത് നമ്മൾ ബോയ്സ് സ്കൂളിൽ പഠിച്ചെങ്കിലും നമ്മൾ 5 to 10 ബോയ്സ് സ്കൂള്, അപ്പുറത്ത് 5 to 10 ഗേൾസ് സ്കൂളുണ്ട്. ഒരു 500 മീറ്റർ അല്ല ഒരു 200 മീറ്റർ അപ്പുറത്ത് തന്നെ. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ഇവിടെ തമ്മിൽ അത് നമ്മുടെ എച്ച്.എമ്മിൻ്റെ വൈഫാണ് അവിടുത്തെ എച്ച്.എം. അപ്പോൾ അങ്ങനെ തന്നെ കണക്റ്റഡ് ആയത്. മിക്കവാറും റിലേഷൻഷിപ്പ് അപ്പുറത്തുനിന്ന് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കപ്പിളാണ് ഇവർ. അങ്ങനെ ഇവൻ പോയി പ്രപ്പോസ് ചെയ്ത് ഇവർ തമ്മിൽ +1 +2 എന്തായപ്പോൾ റിലേഷൻഷിപ്പിലായി. ഇപ്പോൾ എനിക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷം, 5, 6, 7, 9 വർഷം എന്തോ ഒരു റിലേഷൻഷിപ്പിലായിട്ട് കഴിഞ്ഞ ദിവസം കല്യാണം കഴിച്ചു. അപ്പം അല്ലാതെ 9 വർഷം റിലേഷൻഷിപ്പ് ആയി കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്നും ഇതുവരെ 1 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അല്ല, ഞാനപ്പോൾ അവന് മെസ്സേജ് അയച്ചു. ഇത് ഭയങ്കര ഞാൻ ഇങ്ങനെ അവനോട് എന്തോ മെസ്സേജ് അയച്ചു, നീ ഇത് ഇപ്പോഴും ഉണ്ടല്ലോ, ഇത് ഭയങ്കര കല്യാണത്തിന് മുന്നേ കേട്ടോ, കുറച്ച് നാൾ മുന്നേ ഞാനോട് മെസ്സേജ് അയച്ചു, നീ ഭയങ്കര കിടിലമാണ്, ഇത് നിങ്ങൾ ഇത്രയും കാലം മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ ഭയങ്കര അടിപൊളിയാണെന്നുള്ള സാധനം ഞാൻ അവന് മെസ്സേജ് അയച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കല്യാണം വിളിച്ചത്. കല്യാണം കഴിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് ഭയങ്കര അങ്ങനെയും റിലേഷൻഷിപ്പിലാവുന്നവരുണ്ട്. ഞാൻ അങ്ങനത്തെ റിലേഷൻഷിപ്പിലാവാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. പക്ഷെ 9 വർഷത്തിനാണ് അങ്ങനത്തെ 17 റിലേഷൻഷിപ്പ് കഴിഞ്ഞു. അത് ഇത് തന്നെ ഞാനും ഉദ്ദേശിക്കുന്നത്, നമ്മളിത് തന്നെ ഉദ്ദേശിക്കുന്നത് 100% ഇടുക എന്നുള്ളതാണ്. അല്ല, ഞാനതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് റിലേഷൻഷിപ്പ് വർക്കാവാറില്ല. അപ്പം എൻ്റെ ഒരു റിലേഷൻഷിപ്പ് 1 വർഷം കംപ്ലീറ്റ് ഒന്നും തോന്നുന്നില്ല, മേജർ റിലേഷൻഷിപ്പ് ഒഴിച്ച്. മറ്റേ ക്യുമുലേറ്റീവ്ലി 1 വർഷം എന്ന് പറയാം അല്ലേ, അത്രയല്ലേ? അതെ ഞാൻ ഭയങ്കര തോന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ ഓരോ റിലേഷൻഷിപ്പ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരുന്നത്. എനിക്കറിയാം ഞാൻ ഇപ്പം കുറച്ചുകൂടെ ഒരു പ്രോപ്പർട്ടി ആണ്. ഇപ്പോൾ ഈ ഒരു നമ്മൾ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുന്നില്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത തെറ്റുകൾ ഇപ്രാവശ്യം ചെയ്യുന്നില്ലല്ലോ. അതെ, അതുപോലെ തന്നെ ഉള്ളൂ. അപ്പം അങ്ങനെ ആൾക്കാർ മാറാൻ ശ്രമിക്കുക, നന്നാവുക, നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ, കൂടുതൽ എക്സ്പീരിയൻസ്, കൂടുതൽ പ്രണയം. ഫെബ്രുവരി അല്ലാതെയും ആൾക്കാർക്ക് പ്രണയങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ ദിവസവും 1 മണിക്കൂർ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുക. എല്ലാ ദിവസവും പ്രണയം നർച്ചർ ചെയ്യാനും പ്രണയത്തെ പറ്റി ഓർക്കാനും പ്രണയിക്കുന്നവരോടൊപ്പം സമയം ചെലവഴിക്കാനും സമയം കിട്ടട്ടെ എല്ലാവർക്കും. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ